നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ പദ്ധതിയുമായി സർക്കാർ. ഓരോ മെയിൻസ്ട്രീം സർക്കാർ സ്കൂളിനും പ്രത്യേകം ഹാജർ ലക്ഷ്യം നിശ്ചയിക്കാൻ തീരുമാനം. സ്കൂൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളും പരിഗണിച്ചായിരിക്കും ലക്ഷ്യം നിശ്ചയിക്കുക. നടപടി കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂൾ ഹാജർ പഴയ നിലയിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ തുടർച്ചയായി ക്ലാസുകൾ നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിന്റെ പ്രധാന ആശങ്ക. സൗജന്യ സ്കൂൾ ഭക്ഷണത്തിന് അർഹരായ കുട്ടികളിലും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളോ വൈകല്യങ്ങളോ ഉള്ള വിദ്യാർത്ഥികളിലും അസാന്നിധ്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. UK-യിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള നിർണായക കടമ്പയായ A-ലെവൽ പരീക്ഷാഫലം ഇന്ന്. എക്കാലത്തെയും മികച്ച പ്രകടനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി വിദ്യാർത്ഥികൾ ചരിത്രം കുറിച്ചു. ഫലം കോവിഡിന് ശേഷമുള്ള കർശനമായ മൂല്യനിർണ്ണയ രീതികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ പൂർണ്ണമായും അസ്ഥാനത്താക്കി റെക്കോർഡ് വിജയശതമാനം രേഖപ്പെടുത്തി. തിളക്കമാർന്ന അധ്യായമായി UK-യിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഉജ്ജ്വല മുന്നേറ്റം. A+, A* ഉൾപ്പെടെയുള്ള ഉയർന്ന ഗ്രേഡുകൾ വാരിക്കൂട്ടിയാണ് പരീക്ഷയിൽ ചരിത്ര വിജയം കുറിച്ച് മലയാളി കുട്ടികൾ. മാതാപിതാക്കളുടെ കൃത്യമായ പിന്തുണയും അധ്യാപകരുടെ മാർഗനിർദ്ദേശവും തങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനവുമാണ് ഈ ചരിത്ര വിജയത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ. UK-യിൽ ജീവനക്കാരുടെ കുറവും പുനരധിവാസ സൗകര്യങ്ങളുടെ അഭാവവും NHS ഫിസിയോതെറാപ്പി സേവനങ്ങളിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി. സേവനങ്ങളിൽ നിയമനങ്ങൾ മരവിപ്പിക്കുകയും പുനരധിവാസത്തിനുള്ള സ്ഥലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ രോഗികൾക്ക് ചികിത്സ വൈകുന്നു എന്നും ആരോപണം. ആവശ്യമായ പരിചരണം ലഭിക്കാത്തത് മൂലം ഒഴിവാക്കാനാകുന്ന വൈകല്യങ്ങളുമായി ജീവിക്കേണ്ട സാഹചര്യമാണ് എന്ന് സംഘടന. ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ പൊതുവിടത്തെ ഇടനാഴിയിലാണ് വീണ്ടും നടക്കാൻ പരിശീലിക്കേണ്ടി വന്നതെന്ന് വെളിപ്പെടുത്തി സ്ട്രോക്ക് ബാധിച്ച രോഗികൾ. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങിയിരുന്ന കൃത്യമായ സ്ഥലം ഇറാൻ അറിഞ്ഞിരുന്നതായി റിപ്പോർട്ട്. ട്രംപിന്റെ വിമാനത്തെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈൽ ഭീഷണി ഉണ്ടായിരുന്നതായും ട്രംപ് സഞ്ചരിക്കുന്ന വിമാനത്തിനു നേരെ തൊടുക്കാവുന്ന ഉപരിതല വ്യോമ മിസൈൽ ഭീഷണി അധികൃതർ കണ്ടെത്തിയതായും US ഉദ്യോഗസ്ഥർ. നാറ്റോ ഉച്ചകോടിയുടെ വേദിക്കടുത്തായി ആയുധവുമായി ഒരാളെ കണ്ടതായും ഇറാൻ ഏജന്റുമാർ ട്രംപിന്റെ യാത്രാ വിവരണങ്ങൾ പൂർണ്ണമായും അറിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ട്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥാനമൊഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും വൈറ്റ് ഹൌസിന്റെ സീനിയർ ഉപദേശകയായി തുടരുമെന്നും കരോലിൻ. US-ന്റെ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ നാവികർ കടുത്ത ദുരിതത്തിലെന്ന് റിപ്പോർട്ട്. 9 മാസത്തോളമായി കടലിൽ കഴിയുന്ന യുദ്ധക്കപ്പലിലെ നാവികരുടെ മരണസംഖ്യ വർദ്ധിക്കുകയും ഏതാനും പേർ ജീവനൊടുക്കുകയും ചെയ്തതായി സൂചന. 250 ദിവസം തുടർച്ചയായി കരയിലെത്താതെ കടലിൽ തുടർന്നെന്ന റെക്കോർഡിൽ USS എബ്രഹാം ലിങ്കൺ. കപ്പലിലുള്ളത് 5000-ഓളം നാവികരും മറീനുകളും. നാവികരുടെ ദുരിത ജീവിതത്തെ ചൊല്ലി കുടുംബാംഗങ്ങളും നാവിക ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായി എന്ന് വിവരം. കപ്പലിലെ ജോലി തുടർച്ചയായി നീട്ടിയതോടെ ഒരു നാവികൻ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചത് സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. വിദേശ സംഭാവന ഭേദഗതി ബില്ലിൽ RSS-നെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷ എംപിമാർ. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന NGO-കളെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിയമനിർമ്മാണമെന്ന് KC വേണുഗോപാൽ MP. ഒരു വശത്ത് RSS വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ ന്യൂനപക്ഷങ്ങളെയും NGO-കളെയും ലക്ഷ്യമിടുന്നെന്നും രൂക്ഷ വിമർശനം. സർക്കാർ ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. ജോൺ ബ്രിട്ടാസ് MPക്കെതിരായ ലുങ്കിമാല പരാമർശത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പോര് കടുക്കുന്നു. ഇടതെമ്പിമാർക്കെതിരെ BJP MP സുഷ്മിത ദേവ് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി. ജോൺ ബ്രിട്ടാസ് അധിക്ഷേപ പരാമർശങ്ങൾ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും സഭാരേഖകൾ പരിശോധിക്കണമെന്നും BJP MP. സുഷ്മിതയുടെ കൗണ്ടർ നോട്ടീസ് ബ്രിട്ടാസിന്റെ അവകാശ ലംഘന നോട്ടീസിന് പിന്നാലെ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് അവസാനിച്ചു. ജൂലൈ 20-ന് തുടങ്ങിയ സമ്മേളനം നീറ്റ് ചോദ്യചോർച്ച വിവാദവും അയോധ്യ സംഭാവന കൊള്ളയിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പ്രക്ഷുബ്ധമായിരുന്നു. ജന്തർ മന്ദറിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ മറുപടി പറയണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം നടപ്പിലായില്ല. പ്രതിപക്ഷ ബഹളത്തിലും ലോക്സഭയിലും രാജ്യസഭയിലുമായി ഈ സമ്മേളന കാലയളവിൽ പാസാക്കിയത് 20 ബില്ലുകൾ. ബില്ലുകൾ പാസാക്കിയത് ചർച്ചയില്ലാതെയും ബഹളത്തിനിടയിലുമാണെന്ന ഗുരുതര ആരോപണം. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് 2 ലക്ഷം രൂപയുടെ അധിക ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ.
തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 വർഷത്തെ ബോണസ് നൽകുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സർക്കാർ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഓഗസ്റ്റ് 18-ന് തുടക്കം കുറിക്കും. തുറമുഖത്തിന്റെ ഗുണഫലം നാടിന് ലഭ്യമാക്കുന്നതിനുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണിതെന്ന് മുഖ്യമന്ത്രി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതി. ഹർജി നൽകിയത് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദ്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യം. വിവാദത്തിനു കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരം നൽകിയതിന്. VD സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന ചോദ്യം ഉൾപ്പെടുത്തിയത് കുമ്പള, കാസർഗോഡ്, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളിൽ നടത്തിയ ഫ്രീഡം ക്വിസ് മത്സരത്തിൽ. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളുടെ ഹാജർ മെച്ചപ്പെടുത്തുന്നതിനായി ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ പുതിയ പദ്ധതിയുമായി സർക്കാർ. ഓരോ മെയിൻസ്ട്രീം സർക്കാർ സ്കൂളിനും പ്രത്യേകം ഹാജർ ലക്ഷ്യം നിശ്ചയിക്കാനാണ് തീരുമാനം. സ്കൂൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളും പരിഗണിച്ചായിരിക്കും ലക്ഷ്യം നിശ്ചയിക്കുക. കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂൾ ഹാജർ പഴയ നിലയിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിലാണ് നടപടി. കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂൾ ഹാജർ പഴയ നിലയിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ പദ്ധതിയുമായി സർക്കാർ. 2025-26 അധ്യയന വർഷത്തിൽ സ്കൂളുകളിലെ മൊത്തം ഹാജർ നിരക്ക് ഏകദേശം 93%. കോവിഡിന് മുൻപ് മെയിൻസ്ട്രീം സർക്കാർ സ്കൂളുകളിൽ ഇത് 95%-ന് മുകളിലായിരുന്നു. തുടർച്ചയായി ക്ലാസുകൾ നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് സർക്കാരിന്റെ പ്രധാന ആശങ്ക. ലഭ്യമായ ക്ലാസുകളുടെ കുറഞ്ഞത് 10% നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികളെയാണ് പെർസിസ്റ്റന്റ്ലി ആബ്സെന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. 2018-19 ഏകദേശം 10%ആയിരുന്ന ഈ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ നിരക്ക് 2025-26 19%-മായി ഉയർന്നു. സൗജന്യ സ്കൂൾ ഭക്ഷണത്തിന് അർഹരായ കുട്ടികളിലും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളോ വൈകല്യങ്ങളോ ഉള്ള വിദ്യാർത്ഥികളിലും അസാന്നിധ്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ ഏതാനും മെയിൻസ്ട്രീം സ്കൂളുകളിൽ സ്കൂൾ അടിസ്ഥാനത്തിലുള്ള ഹാജർ ലക്ഷ്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരുന്നു. ഇനി എല്ലാ സ്കൂളുകൾക്കും പ്രത്യേക ലക്ഷ്യം നൽകുകയും അതിലേക്കുള്ള പുരോഗതി വിദ്യാഭ്യാസ വകുപ്പ് നിരീക്ഷിക്കുകയും ചെയ്യും. ലക്ഷ്യം കൈവരിക്കാത്ത സ്കൂളുകൾക്ക് ഉടൻ ശിക്ഷ ഏർപ്പെടുത്തില്ല. പകരം പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളുമായി വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ബന്ധപ്പെടുകയും ഹാജർ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. മികച്ച പ്രവർത്തന മാതൃകകളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും മികച്ച പ്രകടനം നടത്തുന്ന മറ്റ് സ്കൂളുകളുമായി സഹകരിക്കാനുള്ള അവസരങ്ങളും നൽകും. വെള്ളിയാഴ്ചകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ കുറയുന്ന പ്രവണതയും സർക്കാർ പ്രത്യേകം പരിശോധിക്കും. ആഴ്ചയുടെ അവസാന ദിവസം അസുഖം ചൂണ്ടിക്കാട്ടിയുള്ള അവധികൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പോൾവോ അറിയിച്ചു. വെള്ളിയാഴ്ചകളിൽ കൂടുതൽ ക്ലബ്ബുകൾ, കായിക സാംസ്കാരിക പരിപാടികൾ, മറ്റ് പഠനേതര പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളുടെ താൽപര്യം വർദ്ധിപ്പിക്കാനും സ്കൂളുകളോട് ആവശ്യപ്പെടും. UK-യിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള നിർണായക കടമ്പയായ A-ലെവൽ പരീക്ഷാഫലം ഇന്ന് പുറത്തുവരാനിരിക്കെ എക്കാലത്തെയും മികച്ച പ്രകടനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി വിദ്യാർത്ഥികൾ ചരിത്രം കുറിക്കുമെന്ന് റിപ്പോർട്ട്. കോവിഡിന് ശേഷമുള്ള കർശനമായ മൂല്യനിർണ്ണയ രീതികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ പൂർണ്ണമായും അസ്ഥാനത്താക്കി ഇത്തവണ റെക്കോർഡ് വിജയശതമാനം രേഖപ്പെടുത്തുമെന്നാണ് വിവരം. കോവിഡിന് ശേഷമുള്ള കർശനമായ മൂല്യനിർണ്ണയ രീതികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ പൂർണ്ണമായും അസ്ഥാനത്താക്കി UK-യിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള നിർണായക കടമ്പയായ A-ലെവൽ പരീക്ഷാഫലം ഇന്ന് പുറത്തുവരാനിരിക്കെ എക്കാലത്തെയും മികച്ച പ്രകടനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി വിദ്യാർത്ഥികൾ ചരിത്രം കുറിക്കുമെന്ന് റിപ്പോർട്ട്. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ നിന്ന് മികച്ച വാർത്തകൾ പുറത്തുവരുമ്പോൾ അതിലേറ്റവും തിളക്കമാർന്ന അധ്യായമായി മാറുന്നത് UK-യിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഉജ്ജ്വല മുന്നേറ്റമാണ്. A+, A* ഉൾപ്പെടെയുള്ള ഉയർന്ന ഗ്രേഡുകൾ വാരിക്കൂട്ടിയാണ് മലയാളി കുട്ടികൾ പരീക്ഷയിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നത്. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഇംപീരിയൽ കോളേജ് ലണ്ടൻ, കിങ്സ് കോളേജ്, മാഞ്ചസ്റ്റർ, ബിർമിംഗ്ഹാം, എഡിൻബറ തുടങ്ങിയ UK-യിലെ മുൻനിര റസൽ ഗ്രൂപ്പ് സർവകലാശാലകളിൽ മെഡിസിൻ, ഡെന്റിസ്ട്രി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, ലോ, ഫിനാൻസ് എന്നീ റോയൽ കോഴ്സുകളിൽ പ്രവേശനം നേടാൻ മലയാളി മിടുക്കന്മാരുണ്ട് എന്നാണ് വിവരം. അക്കാദമിക് മികവിനൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും സ്പോർട്സിലും സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഈ മികച്ച നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. മാതാപിതാക്കളുടെ കൃത്യമായ പിന്തുണയും അധ്യാപകരുടെ മാർഗനിർദ്ദേശവും തങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനവുമാണ് ഈ ചരിത്ര വിജയത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു.
UK-യിലുടനീളമുള്ള വിവിധ മലയാളി കമ്മ്യൂണിറ്റി സംഘടനകളും പ്രാദേശിക അസോസിയേഷനുകളും തങ്ങളുടെ പ്രദേശങ്ങളിലെ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുടിയേറ്റക്കാരായ UK-യിലെത്തി കഠിനാധ്വാനം ചെയ്യുന്ന മലയാളി കുടുംബങ്ങൾക്ക് അവരുടെ രണ്ടാം തലമുറ കൈവരിക്കുന്ന ഈ വലിയ നേട്ടം അളവറ്റ അഭിമാനവും സന്തോഷവുമാണ് നൽകുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലും ആഘോഷ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ലണ്ടനും UK-യുടെ വിവിധ ഭാഗങ്ങളിലുമുള്ള മലയാളി വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുകയാണ്. അപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിച്ച് ലോകം. ബുധനാഴ്ച രാത്രി ബ്രിട്ടനിലടക്കം ദശലക്ഷക്കണക്കിന് ആളുകളാണ് അപൂർവ പ്രതിഭാസം ആസ്വദിച്ചത്. രാജ്യം വർഷത്തിലെ 5ാമത്തെ ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരിക്കെ ചന്ദ്രൻ സൂര്യനെ മറച്ചതോടെ UK-യിൽ ചൂടിൽ താൽക്കാലിക ശമനമുണ്ടായി. പകൽ നേരം അല്പസമയത്തേക്ക് സന്ധ്യയായതുപോലുള്ള അന്തരീക്ഷം പരന്നതും ശ്രദ്ധേയമായി. ബുധനാഴ്ച രാത്രി അപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിച്ച് ലോകം. ബ്രിട്ടനിലടക്കം ദശലക്ഷക്കണക്കിന് ആളുകളാണ് അപൂർവ പ്രതിഭാസം ആസ്വദിച്ചത്. UK-യിൽ വൈകിട്ട് 6-ന് ശേഷമാണ് ഗ്രഹണം ദൃശ്യമായി തുടങ്ങിയത്. എഡിൻബറോയിൽ വൈകിട്ട് 6:08-നും ലണ്ടനിൽ 6:17-നും കോൺവാളിൽ 6:18-നും ചന്ദ്രൻ സൂര്യന്റെ ഒരു ഭാഗം മറച്ചു തുടങ്ങി. തുടർന്ന് ചന്ദ്രൻ പതുക്കെ സൂര്യന്റെ മുന്നിലൂടെ നീങ്ങി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം സൂര്യപ്രകാശത്തിന്റെ ഭൂരിഭാഗവും മറഞ്ഞു. സ്പെയിനിലെ ബുർഗോസ് നഗരത്തിലായിരുന്നു ഏറ്റവും മികച്ച കാഴ്ച. ഇവിടെ 100% സമ്പൂർണ്ണ ഗ്രഹണം ഏകദേശം 2 മിനിറ്റോളം നീണ്ടുനിന്നു. ചന്ദ്രനെ ചുറ്റിയുള്ള തീജ്വാല പോലെയുള്ള പ്രകാശവലയം ആകാശത്ത് അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിച്ചത്. ലണ്ടനിലെ പ്രിംറോസ് ഹില്ലിൽ മാത്രം ഏകദേശം 500 പേർ ഗ്രഹണം കാണാൻ ഒത്തുകൂടി. തെക്കുകിഴക്കൻ ലണ്ടനിലെ ഗ്രീൻവിച്ച് പാർക്കിലും വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. 1999 ഓഗസ്റ്റിന് ശേഷമുള്ള ബ്രിട്ടനിലെ ശ്രദ്ധേയമായ ആദ്യ സമ്പൂർണ്ണ ഗ്രഹണമായിരുന്നു ഇത്. 1999-ലെ ഗ്രഹണ സമയത്ത് മേഘാവൃതമായ ആകാശം പലരുടെയും കാഴ്ച തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വ്യക്തമായി കാണാനായി. സ്കോട്ട്ലൻഡിലെ ഇൻവർണസ് മുതൽ കോൺവാളിലെ പെൻസൺസ് വരെയും വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ അപൂർവ ആകാശ കാഴ്ചയ്ക്കായി ഒത്തുകൂടി. ഇനി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ 2050 വരെ കാത്തിരിക്കണം. സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന സമയത്ത് വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പുമായി ബ്രിട്ടനിലെ ഏറ്റവും വലിയ എനർജി സപ്ലയർ ഒക്ടോപസ് എനർജി രംഗത്തു വന്നിരുന്നു. വീടുകൾ ലൈറ്റുകളും ഉപകരണങ്ങളും ഓണാക്കി തുടങ്ങുന്ന സമയത്താണ് ഗ്രഹണം. 90% സൂര്യവെളിച്ചവും തടസ്സപ്പെടുമ്പോൾ സോളാറിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഏറെ താഴും. വീട്ടിൽ അലക്കും പാത്രം കഴുകലും ഉൾപ്പെടെ അരങ്ങേറുന്ന സമയം കൂടിയാണ് ഇത്. നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്ററുടെ കണക്ക് പ്രകാരം 1.3 ജിഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഈ സമയത്ത് നേരിട്ടത്. ജീവനക്കാരുടെ കുറവും പുനരധിവാസ സൗകര്യങ്ങളുടെ അഭാവവും NHS ഫിസിയോതെറാപ്പി സേവനങ്ങളിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി മുന്നറിയിപ്പ് നൽകി. സേവനങ്ങളിൽ നിയമനങ്ങൾ മരവിപ്പിക്കുകയും പുനരധിവാസത്തിനുള്ള സ്ഥലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ രോഗികൾക്ക് ചികിത്സ വൈകുന്നതും ആവശ്യമായ പരിചരണം ലഭിക്കാത്തതും മൂലം ഒഴിവാക്കാനാകുന്ന വൈകല്യങ്ങളുമായി ജീവിക്കേണ്ട സാഹചര്യമാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. NHS ഫിസിയോതെറാപ്പി സേവനങ്ങളിൽ ജീവനക്കാരുടെ കുറവും പുനരധിവാസ സൗകര്യങ്ങളുടെ അഭാവവും ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം സ്ട്രോക്ക് ബാധിച്ച വെസ്റ്റ് യോർക്ക്ഷയറിലെ 63-കാരനായ ഡേവ് ഡക്സ്ബറി ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ പൊതുയിടത്തെ ഇടനാഴിയിലാണ് വീണ്ടും നടക്കാൻ പരിശീലിക്കേണ്ടി വന്നത് എന്ന് വെളിപ്പെടുത്തി. വലതുകൈക്കും കാലിനും ചലനശേഷി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് NHS ചികിത്സ അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സ്വകാര്യ ഫിസിയോതെറാപ്പിക്കായി സ്വന്തം പണം ചെലവഴിക്കേണ്ടി വരികയാണ്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ മികച്ച സേവനം നൽകിയെങ്കിലും സംവിധാനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലണ്ടിലെ 550 ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കിടയിൽ നടത്തിയ സർവേയിൽ 79% പേരും നിലവിലെ ജീവനക്കാരുടെ എണ്ണം രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല എന്ന് അഭിപ്രായപ്പെട്ടു. 72% പേർ നിയമനങ്ങൾ മരവിപ്പിച്ചതായി അറിയിച്ചപ്പോൾ 1/3 പേർ പുനരധിവാസത്തിനുള്ള പ്രത്യേക ഇടങ്ങൾ നഷ്ടപ്പെട്ടതായി പറഞ്ഞു. സമൂഹാടിസ്ഥാനത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് സർക്കാർ ആവർത്തിച്ചുവെങ്കിലും ജീവനക്കാരുടെയും സൗകര്യങ്ങളുടെയും കുറവ് പരിഹരിക്കാതെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ മരണത്തിന് ഉത്തരവാദികളായ ജെസ്സി കോൾ, ആൽബർട്ട് ബോവേഴ്സ് എന്നിവർക്ക് നേരത്തെയുള്ള ജയിൽ മോചനം അനുവദിക്കില്ല എന്ന് UK സർക്കാർ വ്യക്തമാക്കി. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ നടപ്പാക്കാനിരുന്ന തടവുകാരുടെ നേരത്തെയുള്ള മോചന പദ്ധതിയിൽ ഇരുവരും ഉൾപ്പെടുമെന്ന വിവരം പുറത്തുവന്നതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു. ഹാർപ്പറിന്റെ കൊലയാളികളെ മോചിപ്പിക്കരുതെന്ന ആവശ്യവുമായി 9 ലക്ഷത്തോളം പേർ ഒപ്പുവെച്ച ഹർജിയും സർക്കാരിന് വലിയ സമ്മർദ്ദമായി. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ നടപ്പാക്കാനിരുന്ന തടവുകാരുടെ നേരത്തെയുള്ള മോചന പദ്ധതിയിൽ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ മരണത്തിന് ഉത്തരവാദികളായ
ജെസ്സി കോൾ, ആൽബർട്ട് ബോവേഴ്സ് എന്നിവർ ഉൾപ്പെടുമെന്ന വിവരം പുറത്തുവന്നതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധവും മോചിപ്പിക്കരുതെന്ന ആവശ്യവുമായി 9 ലക്ഷത്തോളം പേർ ഒപ്പുവെച്ച ഹർജിയും സർക്കാരിന് വലിയ സമ്മർദ്ദമായതോടെ ജയിൽ മോചനം അനുവദിക്കില്ല എന്ന് UK സർക്കാർ വ്യക്തമാക്കി. 2019 ബർക്ക്ഷയറിൽ കോഡ് ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട സംഭവത്തിനിടെ കാറിൽ വലിച്ചിഴക്കപ്പെട്ട് കൊല്ലപ്പെട്ട 28-കാരനായ ഹാർപ്പറുടെ കേസിൽ 2020 വിധി വന്നത്. ജെസ്സി കോളിനും ആൽബർട്ട് ബോവേഴ്സിനും 13 വർഷം വീതം തടവ് ലഭിച്ചിരുന്നുവെങ്കിലും പുതിയ മോചന പദ്ധതി പ്രകാരം ഇവർക്ക് നേരത്തെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതിനെതിരെ പോലീസ് സംഘടനകളും ഹാർപ്പറിന്റെ കുടുംബവും ശക്തമായി രംഗത്തെത്തി. രാജ്യത്തെ 50 പ്രമുഖ പോലീസ് ഓഫീസർമാരും എല്ലാ ചീഫ് കോൺസ്റ്റബിൾമാരും ചേർന്ന് പ്രധാനമന്ത്രി ആൻഡി ബേർണാമിനോട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് സർക്കാർ നിലപാട് മാറ്റിയത്. പൊതുജന വിശ്വാസവും നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയും കണക്കിലെടുത്ത് ഹാർപ്പറിന്റെ കൊലയാളികളെ മോചന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗം കണ്ടെത്തിയതായി സർക്കാർ അറിയിച്ചു. ഇതു സംബന്ധിച്ച അന്തിമ നടപടികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇലക്ട്രിസിറ്റി ബില്ലിൽ 2500 പൗണ്ട് വരെ ഒരു കുടുംബത്തിന് കിഴിവ് ലഭിക്കാൻ സാധ്യതയുള്ള 43 പ്രദേശങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. പുതിയ വൈദ്യുതി ടവറുകൾക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ഈ കിഴിവ് ലഭിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പുതിയ പൈലണുകൾക്ക് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത പൈലണുകൾക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇളവുകൾ ലഭിക്കുക. ബ്രിട്ടനിലാകമാനം 43 പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഈ ബിൽ ഡിസ്കൗണ്ട് സ്കീം പ്രയോജനപ്പെടും. വൈദ്യുതി ടവറുകൾക്ക് സമീപം താമസിക്കുന്നവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ 2500 പൗണ്ട് വരെ ഒരു കുടുംബത്തിന് കിഴിവ് ലഭിക്കാൻ സാധ്യതയുള്ള 43 പ്രദേശങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. ബ്രിട്ടനിലാകമാനം 43 പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഈ ബിൽ ഡിസ്കൗണ്ട് സ്കീം പ്രയോജനപ്പെടുമെന്ന് റിപ്പോർട്ട്. ഈ പദ്ധതി പ്രകാരമുള്ള ആദ്യ പേയ്മെന്റുകൾ അടുത്ത വർഷം മുതൽ നൽകി തുടങ്ങും. വലിയ ലോഹ ടവറുകളിൽ നിന്നും 500 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് അടുത്ത 10ലേറെ വർഷക്കാലം അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും 2500 പൗണ്ടിന്റെ ഇളവ് ലഭിക്കും. 1960കളിൽ പണിത പല ടവറുകളും ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ആധുനിക യുഗത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാൻ പാകമാക്കുകയാണ് അവയെ. നിലവിൽ 43 പ്രദേശങ്ങളിലാണ് ഇതിന്റെ പണി നടക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. 2044 മുൻപായി ഏകദേശം 1 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിന് അർഹത നേടുന്നവരിൽ മിക്കവർക്കും ഈ തുക ഓരോ 6 മാസം കൂടുമ്പോഴും അവരുടെ ഊർജ്ജ വിതരണ കമ്പനി വഴി ഊർജ്ജ ബില്ലിൽ ഇളവായി ഈ തുക ലഭിക്കും. എന്നാൽ കമേഴ്സ്യൽ മീറ്ററുകൾ ഉള്ളവരെ പോലെ ചില വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഇതിനായി അപേക്ഷിക്കേണ്ടതായി വരും. പ്രതിമാസം 20 പൗണ്ട് വീതം കൈക്കൂലി നൽകുന്ന പദ്ധതി എന്നായിരുന്നു റിഫോം UKയുടെ ഊർജ്ജകാര്യ വക്താവ് റിച്ചാർഡ് ടൈസ് പ്രതികരിച്ചത്. ഈ സ്കൂട്ടർ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ഷെഫീൽഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 3 ട്രോമാ സെന്ററുകൾ പറയുന്നത് 2019 ശേഷം 16 വയസ്സിനു താഴെയുള്ള 477 പേരെയെങ്കിലും ഇത്തരം അപകടങ്ങൾ മൂലമുള്ള പരിക്കിന് ചികിത്സിച്ചിട്ടുണ്ട് എന്നാണ്. ഇക്കാലയളവിൽ ഇത്തരം കേസുകളുടെ എണ്ണം ഓരോ വർഷവും ക്രമമായി വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ വ്യക്തമാക്കി. ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ഷെഫീൽഡ് എന്നിവിടങ്ങളിൽ 3 ട്രോമാ സെന്ററുകൾ പറയുന്നത് 2019 ശേഷം 16 വയസ്സിനു താഴെയുള്ള 477 പേരെങ്കിലും ഈ സ്കൂട്ടർ അപകടങ്ങളിൽപ്പെട്ട് പരിക്കിന് ചികിത്സിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ സ്കൂട്ടർ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. 2019 10 പേരാണ് ഈ സ്കൂട്ടർ അപകടത്തെ തുടർന്ന് ചികിത്സ തേടി എത്തിയതെങ്കിൽ 2024 അത് 150 ഉയർന്നു. ഇത്തരം അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ ശരാശരി പ്രായം 12 ആണെങ്കിലും 9 വയസ്സുവരെ ചികിത്സ തേടിയെത്തിയിട്ടുണ്ടെന്നാണ് ട്രോമാ സെന്ററുകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവരിൽ ആരും തന്നെ ഹെൽമറ്റുകൾ ധരിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് എമർജൻസി വിഭാഗം ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. നിലവിൽ ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നതിൽ UKയിൽ പ്രായപരിധിയോ വേഗതാ പരിധിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നോ നിയമം അനുശാസിക്കുന്നില്ല. നിലവിൽ UKയിൽ 12 ലക്ഷത്തോളം സ്വകാര്യ ഈ സ്കൂട്ടറുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇത് അപകടമുണ്ടാക്കാത്ത ഒരു കളിപ്പാട്ടമല്ല എന്ന് ഓർക്കുക. ഇതുവരെ ഈ സ്കൂട്ടർ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് 59 മരണങ്ങളാണ് UKയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപകടത്തിൽപ്പെടുന്നവരിൽ മിക്കവർക്കും തലയ്ക്കാണ് പരിക്കേൽക്കുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ UKയിലെ റെന്റ് ഈ സ്കൂട്ടർ പദ്ധതിയിൽ വാഹനം ഓടിക്കാൻ കുറഞ്ഞത് 16 വയസ്സെങ്കിലും ആയിരിക്കണം. മാത്രമല്ല വേഗപരിധി മണിക്കൂറിൽ 15 മൈലായി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനായി ചുരുങ്ങിയത് ഒരു പ്രൊഫഷണൽ ലൈസൻസ് എങ്കിലും വേണമെന്നും വാടകയ്ക്ക് ഈ സ്കൂട്ടർ നൽകുന്ന കമ്പനികൾ അനുയോജ്യമായ ഇൻഷുറൻസ് നൽകണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങിയിരുന്ന കൃത്യമായ സ്ഥലം ഇറാൻ അറിഞ്ഞിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു.
അദ്ദേഹത്തിന്റെ വിമാനത്തെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈൽ ഭീഷണി ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങിയിരുന്ന കൃത്യമായ സ്ഥലം ഇറാൻ അറിഞ്ഞിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ട്രംപ് സഞ്ചരിക്കുന്ന വിമാനത്തിനു നേരെ തൊടുക്കാവുന്ന ഉപരിതല വ്യോമ മിസൈൽ ഭീഷണി അധികൃതർ കണ്ടെത്തിയതായി 2 US ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. നാറ്റോ ഉച്ചകോടിയുടെ വേദിക്കടുത്തായി ആയുധവുമായി ഒരാളെ കണ്ടതായും ട്രംപ് താമസിച്ച ഹോട്ടലിലെ ഏത് നിലയിലാണ് അദ്ദേഹം ഉള്ളതെന്ന് ഇറാൻ ഏജന്റുമാർക്ക് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ മുന്നറിയിപ്പുകളെ തുടർന്നാണ് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 പകരം മറ്റൊരു സൈനിക വിമാനത്തിൽ ട്രംപ് യാത്ര ചെയ്തത്. തുർക്കിയിലെ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ബ്രിട്ടനിലേക്കാണ് സഞ്ചരിച്ചത്. പോയത് എയർഫോഴ്സ് 1 എല്ലാവരെയും വിശ്വസിപ്പിച്ച ശേഷം ആർക്കും സംശയം തോന്നാത്ത ചെറിയൊരു സൈനിക വിമാനത്തിലായിരുന്നു യാത്ര. അങ്കാറയിൽ ചാനൽ ക്യാമറകളോട് കൈവീശി കാണിച്ച് എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപ് മിനിറ്റുകൾക്കകം രഹസ്യമായി മറ്റൊരു വാതിൽ വഴി പുറത്തിറങ്ങി. അവിടെ വിമാനവാതിലിന്റെ അതേ പൊക്കത്തിലേക്ക് ഉയർത്തിയ നിലയിൽ കാത്തുനിന്ന കേറ്ററിംഗ് ട്രക്കിലേക്ക് കയറി. ഭക്ഷണവും മറ്റുമായി റൺവേക്കരികിലൂടെ നീങ്ങിയ ട്രക്കിൽ US പ്രസിഡന്റ് ഉണ്ടെന്ന് ആരും സംശയിച്ചില്ല. അല്പമകലെയുള്ള സൈനിക വിമാനത്തിന്റെ അടുത്തെത്തി ട്രക്ക് നിന്നതും ട്രംപ് ഇറങ്ങി അതിലേക്ക് കയറി. ട്രംപ് അകത്തിരിപ്പുണ്ടെന്ന മട്ടിൽ യഥാർത്ഥ എയർഫോഴ്സ് 1 വിമാനം പറന്നുയർന്നപ്പോൾ മാധ്യമ സംഘമോ വൈറ്റ് ഹൌസ് ജീവനക്കാരോ സത്യം തിരിച്ചറിഞ്ഞതേയില്ല. ടേക്ക് ഓഫ് നടക്കുകയാണ്, വിൻഡോ ഷേഡ് താഴ്ത്തണമെന്ന് നിർദ്ദേശിച്ചതിനാൽ പുറത്തു നടന്നതൊന്നും ആരും കണ്ടില്ല. UK-യിലെ മിൽഡൻ ഹാളിൽ ആദ്യമെത്തിയ എയർഫോഴ്സ് 1 പിന്നാലെയുള്ള വിമാനത്തിലെത്തിയ ട്രംപ് ആരും കാണാതെ മാറിക്കയറുകയായിരുന്നു. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥാനമൊഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായാണ് 28-കാരിയായ കരോലിൻ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം വൈറ്റ് ഹൌസിന്റെ സീനിയർ ഉപദേശകയായി കരോലിൻ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥാനമൊഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം വൈറ്റ് ഹൌസിന്റെ സീനിയർ ഉപദേശകയായി കരോലിൻ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റുമാരുടെ വക്താക്കളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കരോലിൻ. ട്രംപിന്റെ നയങ്ങളെ അനുകൂലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശക്തിയുക്തം വാദിച്ചും ഇടയ്ക്ക് മാധ്യമങ്ങളോട് തട്ടിക്കയറിയും വലിയ ശ്രദ്ധ നേടിയിരുന്നു. തനിക്ക് 2ാമത്തെ കുഞ്ഞ് പിറന്നതായി മേയിൽ ലെവിറ്റ് അറിയിച്ചിരുന്നു. വൈറ്റ് ഹൌസ് മാധ്യമപ്രവർത്തകരുടെ വിരുന്നിനിടെ ട്രംപിനു നേരെ വധശ്രമം ഉണ്ടായതിനെ തുടർന്ന് പ്രസവാവധി എടുക്കുന്നത് ലെവിറ്റ് വൈകിപ്പിച്ചതും വലിയ വാർത്തയായി. വൈറ്റ് ഹൌസ് പോഡിയത്തിൽ നിന്ന് US പ്രസിഡന്റിന് വേണ്ടി സംസാരിക്കാനുള്ള അവസരം നൽകിയതിൽ നന്ദിയുണ്ടെന്ന് കരോലിൻ ലെവിറ്റ് പറഞ്ഞു. അതേസമയം കരോലിന് പകരമായി ആരാകും പ്രസ് സെക്രട്ടറി എന്ന് ട്രംപ് വെളിപ്പെടുത്തിയില്ല. US-ന്റെ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ നാവികർ കടുത്ത ദുരിതത്തിലെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 9 മാസത്തോളമായി കടലിൽ കഴിയുന്ന യുദ്ധക്കപ്പലിലെ നാവികരുടെ മരണസംഖ്യ വർദ്ധിക്കുകയും ഏതാനും പേർ ജീവനൊടുക്കുകയും ചെയ്തതായി ഇവരുടെ കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് മിലിറ്ററി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 250 ദിവസം തുടർച്ചയായി കരയിലെത്താതെ കടലിൽ തുടർന്നെന്ന റെക്കോർഡിലാണ് USS എബ്രഹാം ലിങ്കൺ. 5000-ഓളം നാവികരും മറീനുകളുമാണ് കപ്പലിലുള്ളത്. 9 മാസത്തോളമായി കടലിൽ കഴിയുന്ന US-ന്റെ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ നാവികർ കടുത്ത ദുരിതത്തിലെന്ന് റിപ്പോർട്ട്. യുദ്ധക്കപ്പലിലെ നാവികരുടെ മരണസംഖ്യ വർദ്ധിക്കുകയും ഏതാനും പേർ ജീവനൊടുക്കുകയും ചെയ്തതായി സൂചന. നാവികരുടെ ദുരിത ജീവിതത്തെ ചൊല്ലി കഴിഞ്ഞ വ്യാഴാഴ്ച സാൻ ഡിയേഗോയിലെ ടൗൺ ഹാളിൽ ഇവരുടെ കുടുംബങ്ങളും നാവിക ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായെന്ന് സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്പസ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്റെ ഭർത്താവ് സന്ദേശമയച്ചതായി ഒരു സ്ത്രീ നേവി ആക്ടിംഗ് സെക്രട്ടറി ഹങ് ചൌവിനോട് പറഞ്ഞു. സൈന്യത്തിനോടുണ്ടായിരുന്ന വിശ്വാസം ഇല്ലാതാക്കുകയാണെന്ന് മറ്റൊരു നാവികന്റെ കുടുംബാംഗങ്ങളും ആരോപിച്ചു. കപ്പലിലെ ജോലി തുടർച്ചയായി നീട്ടിയതോടെ ഒരു നാവികൻ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. സമ്മർദ്ദത്തെ തുടർന്നാണ് നാവികൻ അങ്ങനെ ചെയ്തതെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് തന്റെ കരിയറിനെ കുറിച്ചോർത്ത് ഭയമുണ്ടെന്നും നാവികന്റെ ഭാര്യ അന്നാബെല്ല ലോമ പറഞ്ഞു. കപ്പലിൽ നിന്ന് ചാടാൻ ശ്രമിച്ച ഒരു നാവികനെ തന്റെ ഭർത്താവാണ് രക്ഷിച്ചതെന്ന് മറ്റൊരു നാവികന്റെ ഭാര്യയും വെളിപ്പെടുത്തി. നവംബർ 21-നാണ് USS എബ്രഹാം ലിങ്കൺ സാൻ ഡിയേഗോയിൽ നിന്ന് പുറപ്പെട്ടത്. പസഫിക്കിലേക്ക് പുറപ്പെട്ട കപ്പൽ ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ശേഷം കഷ്ടിച്ച് 2 ദിവസം മാത്രമാണ് നാവികർ കര കണ്ടത്. കപ്പലിലെ നാവികരുടെ ജോലി മെയ്യിൽ അവസാനിച്ചിരുന്നെങ്കിലും ഇത് പലതവണയായി നീട്ടുകയായിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.64 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.36 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.87 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.37 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്.
നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വിദേശ സംഭാവന ഭേദഗതി ബില്ലിൽ RSSനെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷ എംപിമാർ. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന NGOകളെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിയമനിർമ്മാണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ഒരു വശത്ത് RSS വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ ന്യൂനപക്ഷങ്ങളെയും NGOകളെയും ലക്ഷ്യമിടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. വിദേശ സംഭാവന ഭേദഗതി ബില്ലിൽ RSSനെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷ എംപിമാർ. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന NGOകളെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിയമനിർമ്മാണമെന്നും ഒരു വശത്ത് RSS വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ ന്യൂനപക്ഷങ്ങളെയും NGOകളെയും ലക്ഷ്യമിടുന്നെന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ച് KC വേണുഗോപാൽ MP. സർക്കാർ ഈ ബിൽ പിൻവലിക്കണമെന്നും അദ്ദേഹം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 ശബ്ദ വോട്ടോടെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത്. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ബില്ല് JPCക്ക് വിട്ടത്. ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹാജരാകാതിരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ JPCക്ക് വിടാനുള്ള പ്രമേയം അവതരിപ്പിച്ചത്. അതേസമയം JPC അംഗങ്ങൾ ആരൊക്കെയെന്നത് ഇന്ന് തീരുമാനിക്കും. 31 അംഗ സമിതി ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിന് മുൻപ് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പാർലമെന്റ് അജണ്ടകളുടെ പട്ടികയിൽ ഈ പ്രമേയം ഉൾപ്പെടുത്തിയിരുന്നില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേരുന്നതിന് തൊട്ടുമുൻപ് അനുബന്ധ കാര്യപരിപാടി പട്ടികയിൽ ഇത് ചേർക്കുകയായിരുന്നു. പ്രമേയം അവതരിപ്പിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരുകയും വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. RSS പോലുള്ള സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് NGOകളെ ലക്ഷ്യമിട്ടാണ് ഈ നിയമനിർമ്മാണം കൊണ്ടുവന്നതെന്ന് ആരോപിച്ച പ്രതിപക്ഷം പ്രമേയം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മറുവശത്ത് സർക്കാർ ഈ ബില്ലിനെ ന്യായീകരിക്കുകയും ഇത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതല്ല എന്ന് വിശദീകരിക്കുകയുമാണ് ചെയ്തത്. അതേസമയം ബിൽ ഒരു സമിതിയുടെ പരിശോധനയ്ക്ക് വിടണമെന്ന് പ്രതിപക്ഷം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ജോൺ ബ്രിട്ടാസ് MPക്കെതിരായ ലുങ്കിവാല പരാമർശത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പോര് കടുക്കുന്നു. ഇടത് MPക്കെതിരെ BJP MP സുഷ്മിത ദേവ് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയതോടെ പോര് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. ബ്രിട്ടാസിന്റെ അവകാശ ലംഘന നോട്ടീസിന് പിന്നാലെയാണ് കൗണ്ടർ നോട്ടീസ്. രാഷ്ട്രീയ പോര് ഘടിപ്പിച്ച് ജോൺ ബ്രിട്ടാസ് MPക്കെതിരായ ലുങ്കിവാല പരാമർശം. ബ്രിട്ടാസിന്റെ അവകാശ ലംഘന നോട്ടീസിന് പിന്നാലെ MP സുഷ്മിത ദേവ് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയതോടെ പോര് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. ബ്രിട്ടാസ് മതപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് നോട്ടീസിൽ ആക്ഷേപിക്കുന്നത്. പലപ്പോഴും ജോൺ ബ്രിട്ടാസ് അധിക്ഷേപ പരാമർശങ്ങൾ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും സഭാരേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യവും അവകാശ ലംഘന നോട്ടീസിൽ BJP MP ഉന്നയിക്കുന്നു. കേരള MP ലുങ്കിവാല എന്ന പരാമർശമായിരുന്നു ജോൺ ബ്രിട്ടാസിനെതിരെ സുഷ്മിത ദേവ് നടത്തിയത്. പിന്നാലെ സഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിക്കൊണ്ട് ഇന്ത്യൻ ആയതിലും ദക്ഷിണേന്ത്യൻ ആയതിലും മലയാളിയായതിലും അഭിമാനിക്കുന്നയാളാണ് താനെന്നും നമ്മുടെ ഭാഷ, സംസ്കാരം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവയിൽ ഓരോ നിമിഷത്തിലും അഭിമാനം കൊള്ളുന്നയാളാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു. എന്നാൽ ഏതെങ്കിലും സംസ്ഥാനത്തെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് താനോ മറ്റ് അംഗങ്ങൾ ആരെങ്കിലുമോ മോശമായ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നായിരുന്നു സുഷ്മിത ദേവിന്റെ മറുപടി. ബ്രിട്ടാസിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ തയ്യാറാണെന്നും അവർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. പരാമർശത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദമില്ല എന്നും കിരൺ റിജിജു പറഞ്ഞു. രാജ്യവിരുദ്ധമോ വ്യക്തിവിരുദ്ധമോ ആയ പരാമർശം അംഗീകരിക്കാനാകില്ല. സുഷ്മിത ദേവിനും പരാതിയുണ്ട്, അത് കേൾക്കണമെന്ന് കിരൺ റിജിജു പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലെയും വസ്ത്രധാരണ രീതിയെ തങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് JP നദ്ദ പറഞ്ഞു. തങ്ങൾ ഇതിനെ ലുങ്കി എന്നല്ല ധോത്തി എന്നാണ് വിളിക്കുന്നതെന്നും ഇത്തരം പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നില്ല എന്നും JP നദ്ദ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. ജൂലൈ 20 തുടങ്ങിയ സമ്മേളനം നിരവധി ദിവസം ബഹളത്തെ തുടർന്ന് പിരിയുകയായിരുന്നു. നീറ്റ് ചോദ്യചോർച്ച വിവാദവും അയോധ്യ സംഭാവന കൊള്ളയുമായിരുന്നു ഇത്തവണത്തെ ചൂടുപിടിച്ച വിഷയങ്ങൾ. ജന്തർ മന്ദറിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. എന്നാൽ ആവശ്യം നടപ്പിലാകാതെ വന്നതോടെ പലതവണ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ നീറ്റ് ചോദ്യചോർച്ച വിവാദവും അയോധ്യ സംഭാവന കൊള്ളയുമായിരുന്നു ഇത്തവണത്തെ ചൂടുപിടിപ്പിച്ച വിഷയങ്ങൾ. ഇതിനിടയിലും ലോക്സഭയിലും രാജ്യസഭയിലുമായി 20 ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ പാസാക്കിയത്. എന്നാൽ ഇവയിൽ പലതും ചർച്ചയില്ലാതെയും ബഹളത്തിനിടയിലും പാസാക്കിയവയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഈ സമ്മേളനത്തിൽ ഇതുവരെ 7023 മിനിറ്റാണ് നഷ്ടമായത്. ഇതിലൂടെ ഏകദേശം 175 കോടി രൂപ നഷ്ടമായതായാണ് കണക്കുകൾ. 1 മിനിറ്റ് ലോക്സഭ ചേരാൻ ഏകദേശം
2.5 ലക്ഷം രൂപയാണ് ആവശ്യമായി വരിക എന്നാണ് കണക്കുകൾ. എന്നാൽ ഇതാദ്യമായല്ല ഇത്രയും സമയം സഭ തടസ്സപ്പെടുന്നത്. 1980കളിലെ ബൊഫേഴ്സ് വിവാദ കാലത്ത് നിരവധി സമയം സഭാ നടപടികൾ ബഹളത്തിന് പിന്നാലെ നിർത്തിവെച്ചിട്ടുണ്ട്. 2010 ശീതകാല സമ്മേളനം 2G അഴിമതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് സഭ ചൂടുപിടിച്ചത്. 2015 മൺസൂൺ സമ്മേളനം വ്യാപം അഴിമതിയും മുൻ IPL ചെയർമാൻ ലളിത് മോദി വിദേശത്തേക്ക് കടന്നുവന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മൂലമാണ് തടസ്സപ്പെട്ടത്. 2012 മൺസൂൺ സമ്മേളനത്തിൽ കോമൺവെൽത്ത് ഗെയിംസ് വിവാദവും ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്ന് 23 മണിക്കൂർ മാത്രമാണ് സഭ ചേർന്നത്. ആ സമ്മേളനത്തിൽ നിശ്ചിത സമയത്തിന്റെ 46% മാത്രമേ പൂർത്തിയാക്കാനായുള്ളൂ. 2016 ശീതകാല സമ്മേളനം നോട്ട് നിരോധന വിഷയത്തിൽ മുങ്ങിപ്പോയി. അതോടെ ലോക്സഭയിലെ ഏകദേശം 92 മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്. 2018 മൺസൂൺ സമ്മേളനത്തിൽ റഫാൽ യുദ്ധവിമാന ഇടപാടിനെ ചൊല്ലിയ പ്രതിഷേധങ്ങൾ കാരണവും സഭാ നടപടികൾ താളം തെറ്റി. 2023 മൺസൂൺ സമ്മേളനം മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളെ പറ്റിയുള്ള പ്രതിഷേധങ്ങളാൽ കലുഷിതമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് 2 ലക്ഷം രൂപയുടെ അധിക ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMMY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് 2 ലക്ഷം രൂപയുടെ അധിക ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 വർഷത്തെ ബോണസ് നൽകുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഓഗസ്റ്റ് 18 തുടക്കം കുറിക്കും. ഇതുവരെ വിഴിഞ്ഞത്ത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് നടന്നിരുന്നത്. അതിൽ 60% കണ്ടെയ്നറുകളും മറ്റു രാജ്യങ്ങളുടേതായിരുന്നു. തുറമുഖത്തിന്റെ ഗുണഫലം നാടിന് ലഭ്യമാക്കുന്നതിനുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ധനവകുപ്പിൽ ഭരണപ്രതിസന്ധി. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലും നടപ്പാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് വിവരം. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതത്തിലും തീരുമാനമായില്ല. വിവിധ വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിലും തീരുമാനം നീളുകയാണ്. സാമ്പത്തിക വർഷത്തിൽ പ്രാഥമികമായി നടക്കേണ്ട യോഗങ്ങൾ പോലും നടന്നിട്ടില്ല. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലും നടപ്പാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതത്തിലും തീരുമാനമായില്ല. വിവിധ വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിലും തീരുമാനം നീളുകയാണ് എന്നതും ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ധനവകുപ്പിൽ ഭരണപ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഉദ്യോഗസ്ഥരുടെ അമർഷവും ഉയരുന്നുണ്ട്. ധനവകുപ്പ് സ്തംഭനാവസ്ഥയിലാണ് എന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. ധനകാര്യ വകുപ്പിന്റെ പല തീരുമാനങ്ങളും സമയബന്ധിതമായി വരുന്നില്ല എന്ന് മുൻ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. പ്ലാൻ അനുസരിച്ച് നൽകുന്നതും അല്ലാത്തതുമായ മറ്റു പണമിടപാടുകൾ നടക്കുന്നില്ല എന്ന പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഗഡു മാത്രമേ നൽകിയുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാമൂഹ്യക്ഷേമ പെൻഷനും നിർമ്മാണ പ്രവർത്തനങ്ങളും അവതാളത്തിലാണ്. സർക്കാർ വന്ന് ഇത്ര സമയമായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ആസൂത്രണത്തിന്റെ പ്രശ്നമുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമീപനമാണ്. വാചകമടിയല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല. സാമ്പത്തിക വർഷം പകുതിയായിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് KN ബാലഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കം ചെയ്ത സംഭവത്തിലും അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്ത് സൈബർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി സംശയിക്കുന്നുവെന്ന് KN ബാലഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ പോലും നീക്കുന്നുവെന്നും ട്രക്കോണിയൻ സമീപനമാണ് മുഖ്യമന്ത്രിയുടേതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഫ്രീഡം ക്യൂസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതിയിൽ. കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹർജി നൽകിയത്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യം. ഫ്രീഡം ക്യൂസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദ് ഹൈക്കോടതിയിൽ. ചരിത്ര ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു VD സവർക്കറുടെ പേര്. അതിന്റെ പേരിൽ അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നത് അന്യായമാണ്. VD സവർക്കറുടെ തടവ് ജീവിതത്തിന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ രേഖകളുണ്ട്. സവർക്കറുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഉണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2026 ഓഗസ്റ്റ് 6 നടന്ന ക്യൂസിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരമാണ് നൽകിയിരുന്നത്. കുമ്പള, കാസർഗോഡ്, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളിൽ നടത്തിയ ഫ്രീഡം ക്യൂസ് മത്സരത്തിനാണ് VD സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന ചോദ്യം ഉൾപ്പെടുത്തിയത്. തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു.
പിതാവിന്റെ മരണത്തിന് ദിവസങ്ങൾക്കു ശേഷം വികാരനിർഭരമായ കുറിപ്പുമായി അർജന്റീന ഫുട്ബോൾ സൂപ്പർ താരം ലയണൽ മെസ്സി. പിതാവും മാനേജറുമായിരുന്ന ഹോർഹെ മെസ്സിയുടെ വിയോഗമേൽപ്പിച്ച ആഘാതത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിൽ വിവരിച്ച മെസ്സി വിരമിക്കൽ സൂചനയും നൽകി. പിതാവിന്റെ മരണത്തിന് ദിവസങ്ങൾക്കു ശേഷം പിതാവില്ലാതെ എത്രനാൾ തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല എന്ന് വെളിപ്പെടുത്തി അർജന്റീന ഫുട്ബോൾ സൂപ്പർ താരം ലയണൽ മെസ്സി വിരമിക്കൽ സൂചനയും നൽകി. സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ തുടങ്ങിയവർ പോസ്റ്റിനു താഴെ കമന്റ് ചെയ്തു. ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ സ്വദേശമായ റൊസാരിയോയിൽ വെച്ച് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഹോർഗെ മെസ്സിയുടെ അന്ത്യം. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്കു ശേഷം പിതാവിനൊപ്പമായിരുന്ന മെസ്സി ഒരാഴ്ച മുൻപാണ് ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങളിൽ മടങ്ങിയെത്തിയത്. പിതാവിന്റെ മരണത്തെ തുടർന്ന് മെസ്സി തന്റെ ഫുട്ബോൾ കരിയർ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ പദ്ധതിയുമായി സർക്കാർ. ഓരോ മെയിൻസ്ട്രീം സർക്കാർ സ്കൂളിനും പ്രത്യേകം ഹാജർ ലക്ഷ്യം നിശ്ചയിക്കാൻ തീരുമാനം. സ്കൂൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളും പരിഗണിച്ചായിരിക്കും ലക്ഷ്യം നിശ്ചയിക്കുക. നടപടി കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂൾ ഹാജർ പഴയ നിലയിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ തുടർച്ചയായി ക്ലാസുകൾ നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിന്റെ പ്രധാന ആശങ്ക. സൗജന്യ സ്കൂൾ ഭക്ഷണത്തിന് അർഹരായ കുട്ടികളിലും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളോ വൈകല്യങ്ങളോ ഉള്ള വിദ്യാർത്ഥികളിലും അസാന്നിധ്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. UK-യിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള നിർണായക കടമ്പയായ A-ലെവൽ പരീക്ഷാഫലം ഇന്ന്. എക്കാലത്തെയും മികച്ച പ്രകടനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി വിദ്യാർത്ഥികൾ ചരിത്രം കുറിച്ചു. ഫലം കോവിഡിന് ശേഷമുള്ള കർശനമായ മൂല്യനിർണ്ണയ രീതികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ പൂർണ്ണമായും അസ്ഥാനത്താക്കി റെക്കോർഡ് വിജയശതമാനം രേഖപ്പെടുത്തി. തിളക്കമാർന്ന അധ്യായമായി UK-യിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഉജ്ജ്വല മുന്നേറ്റം. A+, A* ഉൾപ്പെടെയുള്ള ഉയർന്ന ഗ്രേഡുകൾ വാരിക്കൂട്ടിയാണ് പരീക്ഷയിൽ ചരിത്ര വിജയം കുറിച്ച് മലയാളി കുട്ടികൾ. മാതാപിതാക്കളുടെ കൃത്യമായ പിന്തുണയും അധ്യാപകരുടെ മാർഗനിർദ്ദേശവും തങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനവുമാണ് ഈ ചരിത്ര വിജയത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ. UK-യിൽ ജീവനക്കാരുടെ കുറവും പുനരധിവാസ സൗകര്യങ്ങളുടെ അഭാവവും NHS ഫിസിയോതെറാപ്പി സേവനങ്ങളിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി. സേവനങ്ങളിൽ നിയമനങ്ങൾ മരവിപ്പിക്കുകയും പുനരധിവാസത്തിനുള്ള സ്ഥലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ രോഗികൾക്ക് ചികിത്സ വൈകുന്നു എന്നും ആരോപണം. ആവശ്യമായ പരിചരണം ലഭിക്കാത്തത് മൂലം ഒഴിവാക്കാനാകുന്ന വൈകല്യങ്ങളുമായി ജീവിക്കേണ്ട സാഹചര്യമാണ് എന്ന് സംഘടന. ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ പൊതുവിടത്തെ ഇടനാഴിയിലാണ് വീണ്ടും നടക്കാൻ പരിശീലിക്കേണ്ടി വന്നതെന്ന് വെളിപ്പെടുത്തി സ്ട്രോക്ക് ബാധിച്ച രോഗികൾ. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങിയിരുന്ന കൃത്യമായ സ്ഥലം ഇറാൻ അറിഞ്ഞിരുന്നതായി റിപ്പോർട്ട്. ട്രംപിന്റെ വിമാനത്തെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈൽ ഭീഷണി ഉണ്ടായിരുന്നതായും ട്രംപ് സഞ്ചരിക്കുന്ന വിമാനത്തിനു നേരെ തൊടുക്കാവുന്ന ഉപരിതല വ്യോമ മിസൈൽ ഭീഷണി അധികൃതർ കണ്ടെത്തിയതായും US ഉദ്യോഗസ്ഥർ. നാറ്റോ ഉച്ചകോടിയുടെ വേദിക്കടുത്തായി ആയുധവുമായി ഒരാളെ കണ്ടതായും ഇറാൻ ഏജന്റുമാർ ട്രംപിന്റെ യാത്രാ വിവരണങ്ങൾ പൂർണ്ണമായും അറിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ട്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥാനമൊഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും വൈറ്റ് ഹൌസിന്റെ സീനിയർ ഉപദേശകയായി തുടരുമെന്നും കരോലിൻ. US-ന്റെ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ നാവികർ കടുത്ത ദുരിതത്തിലെന്ന് റിപ്പോർട്ട്. 9 മാസത്തോളമായി കടലിൽ കഴിയുന്ന യുദ്ധക്കപ്പലിലെ നാവികരുടെ മരണസംഖ്യ വർദ്ധിക്കുകയും ഏതാനും പേർ ജീവനൊടുക്കുകയും ചെയ്തതായി സൂചന. 250 ദിവസം തുടർച്ചയായി കരയിലെത്താതെ കടലിൽ തുടർന്നെന്ന റെക്കോർഡിൽ USS എബ്രഹാം ലിങ്കൺ. കപ്പലിലുള്ളത് 5000-ഓളം നാവികരും മറീനുകളും. നാവികരുടെ ദുരിത ജീവിതത്തെ ചൊല്ലി കുടുംബാംഗങ്ങളും നാവിക ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായി എന്ന് വിവരം. കപ്പലിലെ ജോലി തുടർച്ചയായി നീട്ടിയതോടെ ഒരു നാവികൻ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചത് സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. വിദേശ സംഭാവന ഭേദഗതി ബില്ലിൽ RSS-നെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷ എംപിമാർ. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന NGO-കളെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിയമനിർമ്മാണമെന്ന് KC വേണുഗോപാൽ MP. ഒരു വശത്ത് RSS വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ ന്യൂനപക്ഷങ്ങളെയും NGO-കളെയും ലക്ഷ്യമിടുന്നെന്നും രൂക്ഷ വിമർശനം. സർക്കാർ ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. ജോൺ ബ്രിട്ടാസ് MPക്കെതിരായ ലുങ്കിമാല പരാമർശത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പോര് കടുക്കുന്നു.
ഇടതെംപിമാർക്കെതിരെ BJP MP സുഷ്മിത ദേവ് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി. ജോൺ ബ്രിട്ടാസ് അധിക്ഷേപ പരാമർശങ്ങൾ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും സഭാരേഖകൾ പരിശോധിക്കണമെന്നും BJP MP. സുഷ്മിതയുടെ കൗണ്ടർ നോട്ടീസ് ബ്രിട്ടാസിന്റെ അവകാശ ലംഘന നോട്ടീസിന് പിന്നാലെ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഇന്ന് അവസാനിച്ചു. ജൂലൈ 20 തുടങ്ങിയ സമ്മേളനം നീറ്റ് ചോദ്യചോർച്ച വിവാദവും അയോധ്യ സംഭാവന കൊള്ളയിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പ്രക്ഷുബ്ധമായിരുന്നു. ജന്തർ മന്ദറിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ മറുപടി പറയണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം നടപ്പിലായില്ല. പ്രതിപക്ഷ ബഹളത്തിലും ലോക്സഭയിലും രാജ്യസഭയിലുമായി ഈ സമ്മേളന കാലയളവിൽ പാസാക്കിയത് 20 ബില്ലുകൾ. ബില്ലുകൾ പാസാക്കിയത് ചർച്ചയില്ലാതെയും ബഹളത്തിനിടയിലുമാണെന്ന ഗുരുതര ആരോപണം. മുണ്ടക്കൈ ചുഴൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് 2 ലക്ഷം രൂപയുടെ അധിക ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 വർഷത്തെ ബോണസ് നൽകുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സർക്കാർ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഓഗസ്റ്റ് 18 തുടക്കം കുറിക്കും. തുറമുഖത്തിന്റെ ഗുണഫലം നാടിന് ലഭ്യമാക്കുന്നതിനുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണിതെന്ന് മുഖ്യമന്ത്രി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതി. ഹർജി നൽകിയത് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദ്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യം. വിവാദത്തിനു കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരം നൽകിയതിന്. VD സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന ചോദ്യം ഉൾപ്പെടുത്തിയത് കുമ്പള, കാസർഗോഡ്, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളിൽ നടത്തിയ ഫ്രീഡം ക്വിസ് മത്സരത്തിൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.